നമസ്കാരം. ഒരു നിലവിലുള്ള ഫ്രെയിം ഉപയോഗിച്ചിട്ട് ആ ഫ്രെയിമിനെ ഒരു നല്ല പോസ്റ്റർ ആക്കിയിട്ട് എങ്ങനെ മാറ്റാം? ഇതിന് നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ എഡിറ്റർ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ആദ്യം തന്നെ ഗാലറി, ആ ഗാലറിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൽ മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ, വാട്സപ്പിലെ ഇമേജസ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, വാട്സപ്പിൽ എല്ലാം ഇപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ ഫ്രെയിമുകളെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 വര കാണാം. ആ 3 വരയിൽ ഞെക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇമേജസിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമേജസിൽ ഒരുപാട് ഓപ്ഷൻസ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 4ാമത്തെ ഇത് ഫ്രെയിംസ് 1 എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരുപാട് ഫ്രെയിമുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു ബ്രാൻഡ് ന്യൂ സീലിംഗ് അച്ചീവറുടെ ഏറ്റവും താഴെ കാണുന്ന ബ്രാൻഡ് ന്യൂ സീലിംഗ് അച്ചീവറുടെ ഫ്രെയിം എടുക്കുകയാണ്. ഓക്കെ, നിലവിൽ ചെയ്തു വെച്ച ഫ്രെയിമാണ്. ഇതിലേക്ക് ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിലവിൽ തന്ന ഫോട്ടോസ് അതിനെ അതേപോലെ കട്ട് ചെയ്തിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നേരത്തെ കണ്ട പോലെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ വെച്ചിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റിയിട്ടും വെക്കാൻ പറ്റും. 2 രീതി നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഒരു 3 വര കാണും. ആ വര ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ കളർ, എഫക്റ്റ്, കറക്ഷൻ, പിക്സൽ കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ഓർ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഓർ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഒരു രീതിയിൽ വരും. ഇതിൽ നിങ്ങൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ആ പോസ്റ്ററിൽ ടുഡേ ഇൻകം 5000 താഴെ ഈ പ്രസ്തുത വ്യക്തിയുടെ ഫോട്ടോ വയ്ക്കണം. നിങ്ങൾ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ടി ടെക്സ്റ്റ് ആഡ് ചെയ്യാനാണ്, പേര് കൊടുക്കാനുള്ളതാണ്. 2ാമത് ഫോട്ടോ ആണ്. 3ാമത് ഓരോ ഷേപ്പുകളാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം തന്നെ 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും താഴെ വന്നിട്ട് ഗാലറി ആപ്സ്, താഴെ നടുവിലായിട്ട് ഗാലറി ആപ്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൽബംസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൽബംസ് ഉണ്ട്. ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഇത് ഓൾറെഡി മൈ വർക്ക്സിൽ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൈ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്ത ആൾക്കാരാണ് അവരൊക്കെ. ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ചെയ്തു. എല്ലാ സൈഡും നമുക്കിങ്ങനെ നീക്കിയിട്ട് ആ ഫോട്ടോ മാത്രം എടുക്കാൻ പറ്റും. എന്നിട്ട് താഴെ അപ്ലൈ എന്നുള്ള ബട്ടൺ അമർത്തുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നു. വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു ഇത് നഷ്ടപ്പെടാൻ കാരണമുണ്ട്, ഹൈറിച്ച് നഷ്ടപ്പെടാൻ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ സൈഡ് പിടിച്ചിട്ട് ഒന്ന് സൈസ് കുറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും, ആ ഫോട്ടോയെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ പ്ലസ് കഴിഞ്ഞിട്ട് അടുത്തൊരു പെന്നിൻ്റെ ഫിഗർ കണ്ടില്ലേ, സിമ്പല്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോ തന്നെ നമുക്ക് വരും. നിങ്ങൾ ആ താഴെ പിടിച്ചിട്ട്, താഴത്തെ വര പിടിച്ചിട്ട് വരയുമ്പോൾ തൊട്ടിട്ട് ഒന്ന് മുകളിലേക്ക് നീക്കി കൊടുത്താൽ ആവശ്യാനുസരണം നമുക്ക് ആവശ്യമുള്ള സ്ഥലം മാത്രം ക്ലിക്ക് ചെയ്യും. എന്നിട്ട് താഴെ അപ്ലൈ. ഓക്കെ, ഇപ്പോൾ ഭംഗിയുള്ള ഒരു രീതിയിലേക്ക് അത് മാറി. എപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക, മുകളിലേക്ക് ഫോട്ടോ നീക്കി വെച്ചിട്ട് താഴെ പേരെഴുതാനുള്ള സ്ഥലം ബാക്കി വയ്ക്കണം, പേരെഴുതാനും മറ്റുള്ള കാര്യങ്ങൾക്കും. ഇനി നമുക്കിതിന് ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുക്കാം. എന്താണ്, ഒരു ബോർഡർ കൊടുക്കാം. അതിന് വീണ്ടും പ്ലസ് ഞെക്കുക, പ്ലസ് ക്ലിക്ക് ചെയ്യുക. 3ാമത്തെ ഓപ്ഷനായിട്ടുള്ള സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നത്, നിങ്ങൾ മുകളിലൊരു വെള്ള ഇത് കണ്ടില്ലേ, വെള്ള ഇത് വരുന്ന സമയത്ത് എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വെള്ള ഇത് വരും. ഇത് നമുക്ക് ഒരിക്കലും ഫ്രെയിം ആക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആണല്ലോ, ഇപ്പോൾ നമ്മൾ കൊടുന്ന വെള്ള സെലക്റ്റഡ് ആണല്ലോ, താഴെയുള്ള പെന്നിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഫില്ല്, 2ാമത്തെ ഓപ്ഷൻ ഷേപ്പ്, ഇത് ഏത് ഷേപ്പാണ് വേണ്ടതെന്നാണ് കാണിക്കുന്നത്. 2ാമത്തെ ഓപ്ഷനായിട്ടുള്ള ഫില്ലിൽ പോയിട്ട് നിങ്ങൾ ആ ഓൺ എന്ന് എഴുതിയുള്ള ബട്ടൺ ഓഫ് ആക്കുക. അത് പോയി. ഇനി നിങ്ങൾ ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ജസ്റ്റ് ഈ തിക്നെസ് ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. ക്ലിയർ? അവിടെ നമുക്ക് വെള്ള ഫ്രെയിം അല്ല വേണ്ട, ചുവപ്പ് ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളയുടെ അവിടെ ടോപ്പ് എന്ന് എഴുതിയിട്ടുള്ള ആദ്യമേ ടോപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇവിടെ ഒന്ന് നീക്കിയിട്ട് ചുവപ്പിൻ്റെ അവിടെ വയ്ക്കുക, ഓക്കെ അമർത്തുക. വീണ്ടും ബോട്ടത്തിൻ്റെ അവിടെ തൊട്ടിട്ട് വീണ്ടും ഒന്ന് ഇത് നീക്കിയിട്ട് അവിടെ റെഡാക്കുക. ഇപ്പോൾ റെഡ് ഫ്രെയിമായി. അപ്ലൈ കൊടുക്കുക. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഇത് ഫ്രെയിം കുറച്ച് വലുപ്പം കൂടുതലാണ്. വീണ്ടും പെന്നിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ തിക്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്ലൈ. ഒരു തവണ കൊണ്ട് നമുക്കെല്ലാം പഠിയില്ല, പക്ഷെ ചെയ്ത് നമുക്ക് ഇതിൽ എക്സ്പേർട്ടായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അതിനൊരു ഫ്രെയിമും കൊടുത്തു. ഇനി താഴെ നമുക്ക് മനോജ് കൊണ്ടോട്ടി എന്ന് എഴുതണം. അത് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്യുക, ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. ഞാൻ ഫുൾ ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇത് ചെയ്യാം. കൊണ്ടോട്ടി. പക്ഷെ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരിക്കലും വെള്ള കൊടുത്തതല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ടോപ്പ് എന്ന് എഴുതിയിട്ടുള്ള താഴെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെഡാക്കുക. ടെക്സ്റ്റ് ബോട്ടത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് റെഡാക്കുക. ഓക്കെ. ഇനി നിങ്ങൾ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവിടെ മൈനസും പ്ലസിൻ്റെ ഇടയിൽ ഒരു ഇത് കൊടുത്തില്ലേ, ആ ഫോണ്ടുകളാണ്. ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ. ഇനി താഴെ നിങ്ങൾക്ക് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തിട്ട് ഇതൊന്ന് നീക്കി കറക്റ്റ് ചെയ്തിട്ട് 4 മൂലയിലും പിടിച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനിയും തീർന്നില്ല. ഇപ്പം നമുക്കിതൊന്ന് വലുതായി കാണണം എന്ന് വിചാരിക്കുക. നിങ്ങൾ ഏറ്റവും മുകളിൽ 100% ലെഫ്റ്റ് സൈഡിൽ ഒരു 4 കള്ളി കണ്ടില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് വലുതായി. ഇനി നമുക്ക് ആ മനോജ് കൊണ്ടോട്ടിൻ്റെയും ഹൈറിച്ചിൻ്റെയും ഇടയിൽ ഡേറ്റ് കൊടുക്കണം. വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡേറ്റ് ഇന്ന് 26-ാം തീയതി ആണെന്നാണ് തോന്നുന്നത്. 26-ാം തീയതി 09/2022. നമുക്കതിനെ ബ്ലാക്ക് കളറിലേക്ക് മാറ്റാം. അപ്പോൾ ടെക്സ്റ്റ് ടോപ്പിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് കറുപ്പിൻ്റെ അവിടേക്ക് വലിച്ചിടുക. ബ്ലാക്കായി. ഇനി അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ഇൻ കേസ് നിങ്ങൾക്ക് അതിൻ്റെ ഫോണ്ട് മാറണമെങ്കിൽ പ്രോപ്പർട്ടീസ് പോവുക. പ്രോപ്പർട്ടീസ് പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേറെ ഫോണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. സൈസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കൊണ്ടോട്ടിയുടെ താഴെയായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലോഗോ ഒന്ന് വെക്കണം. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ. അപ്പോൾ നമ്മൾ വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തെ പിക്ചറിൻ്റെ ഇത് ക്ലിക്ക് ചെയ്തു. ഗാലറി ആപ്പ് ക്ലിക്ക് ചെയ്തു. ആൽബംസ് ക്ലിക്ക് ചെയ്തു. ഇതിൽ ലോഗോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ലോഗോസ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ലോഗോ വരുന്നത് MD ഇൻ്റർനാഷണലാണ്. അത് ക്ലിക്ക് ചെയ്തു. ഞാൻ മുകളിൽ നിന്നൊക്കെ വലിച്ചിട്ട് ആവശ്യാനുസരണം മാത്രം സെലക്ട് ചെയ്തിട്ടു. അപ്ലൈ. ഇനി ഇതിനെ 4 മൂലയും പിടിച്ചിട്ട് കറക്റ്റ് ചെയ്ത് സൈസ് കറക്റ്റ് ചെയ്തിട്ട് ഓക്കെ. ഇപ്പോൾ കറക്റ്റ് നമ്മളൊരിതായി. ഇനി എങ്ങനെ ഇത് സേവ് ചെയ്യാം? ഏറ്റവും മുകളിൽ ഒരു സ്റ്റാർ നീല കളറിൽ ഒരു ടിക്ക് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഡൗൺലോഡിൻ്റെ ഒരു നീല ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള അത് കണ്ടില്ലേ, ഗാലറി, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പോസ്റ്റർ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ബാക്ക് പോയിട്ട് ഗാലറി പോയിട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ ഓൾറെഡി നിങ്ങളുടെ പോസ്റ്റർ സേവ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വാട്സപ്പിൽ സേവ് ചെയ്യാം. ഇതുപോലെ ഓരോ പോസ്റ്ററും നിങ്ങൾക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോസ്റ്റർ നിർമ്മാണം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, ഹൈറിച്ച് ആണ് ചെയ്യുന്നത്. ഇത് ഷോ ഓഫ് ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ നമ്മൾക്ക് നമ്മളെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് മറ്റുള്ളവരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഷോ ഓഫ് നടത്തിയേ തീരുള്ളൂ. നമ്മുടെ ഓരോ നേട്ടങ്ങളും മറ്റുള്ളവരെ കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പോസ്റ്റർ നിർമ്മാണം ഏതൊരു ലീഡറും പഠിച്ചിരിക്കേണ്ട ഏറ്റവും
ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് പഠിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.